അപ്പോൾ അവർ ആ ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ച് ലീക്ക് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇടയ്ക്ക് വെച്ച് തൃശ്ശൂരിൽ നിന്നൊരു ക്യാബിൻ വരുന്നുണ്ട്. ആ ക്യാബിൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഞങ്ങളുടെ ഇതുണ്ടാവും, സഹായം ഉണ്ടായിരിക്കുന്നു. ആ സമയം വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അതന്നെ, ഇവിടെ ലീക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി വണ്ടി പുതിയൊരു ക്യാബിൻ വന്നെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ആ തൃശ്ശൂരിൽ നിന്ന് അവർ വണ്ടിയുടെ അധികൃതർ പറഞ്ഞേക്കണം, തൃശ്ശൂരിൽ നിന്ന് വരുന്ന പറഞ്ഞേക്കണമായിരുന്നു. ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറിയ രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. മറ്റ് ലീക്കുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇല്ല, മറ്റു ലീക്കുകളൊന്നും കണ്ടിട്ടില്ല. എന്തോ ഇല്ല. ഇപ്പം നിലവിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. ഇപ്പം ഞങ്ങളെല്ലാം വണ്ടി ഇവരുടെ BPCL അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ എല്ലാ ക്രൂ കൂടെ അവർ ഇതായിട്ടുണ്ട്, റെഡിയാണ് എപ്പോഴും. പ്രൊപ്പലിൻ അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഗ്യാസാണ് ഇരുന്നത്. അല്ല, ടാങ്കർ ഇപ്പോൾ ഈ ഇവിടെ കിടക്കുന്നതാണ്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വണ്ടി വന്നവരെ കിടക്കും. അവർ പറഞ്ഞ നിയന്ത്രണം ഉണ്ടാവും, ആവശ്യമുണ്ടോ? ശരിക്കും ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. എന്ന് വെച്ചാൽ ലീക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ക്രൂ ഒക്കെ ഉണ്ട്, ഫയർഫോഴ്സിൻ്റെ ക്രൂവും അല്ല BPCL ക്രൂ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല. ഇപ്പം അവർ പറഞ്ഞ അങ്ങനെ പുതിയ ക്യാബിൻ വന്നെങ്കിൽ മാത്രം ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ. അത് തന്നെ, വേറെ ഇപ്പോൾ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല. അത് ചെയ്യൂലെന്നൊരു പകർത്തലാന്ന് പറഞ്ഞിരുന്നു.